ഒന്ന് അടങ്ങിയേക്ക് ചെക്ക. തലയിൽ വെള്ളം ഇറങ്ങിയാലേ ജലദോഷം പിടിക്കും. അല്ലെങ്കിൽ തന്നെ ഉള്ള മഞ്ഞു മുഴുവൻ കൊണ്ടേച്ചു വരുവാ. നീ ഇങ്ങനെ തച്ചിരുന്ന് തോർത്തി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലടി. 5 മിനിറ്റ് കഴിയുമ്പോ വേർത്ത് കുളിച്ച് ഇങ്ങോട്ട് കയറി വരൂലേ. ഇങ്ങനെയുണ്ടോ പിള്ളേർക്കൊരു കളിപ്രാന്ത്? അതെങ്ങനെയാ? വലിയോരെ കണ്ടല്ലേ പിള്ളേര് പഠിക്കുന്നത്. കണ്ടില്ലേ ചെക്കന്റെ പല്ല് എന്ത് ഭംഗിയുണ്ടായിരുന്ന ഒരേ നേരയില്. ഇപ്പൊ കണ്ടില്ലേ? അവന്റെ പല്ല് മുഴുവൻ വരട്ടടി, എന്നിട്ട് ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കാം. ഓ മതി അമ്മേ. അവിടെ ഇരുന്നേ ചെക്ക. ഇല്ല നിന്റെ പല്ല് ഞാൻ തന്നെ അങ്ങ് പറിച്ചെടുക്കും. അച്ഛേ കളിക്കാൻ പോയിക്കോട്ടെ. കണ്ണ നീ എങ്ങോട്ടാ ഈ വായ വലിച്ചോടുന്നേ? കളിക്കാൻ പോവാ. കഷ്ടമുണ്ട് കേട്ടോ രമേശേട്ടാ. ഈ ചെക്കൻ ഇങ്ങനെ കളിക്കാൻ വേണ്ടി പോയാലേ പരീക്ഷയ്ക്ക് തോറ്റു. പിന്നെ ക്രിക്കറ്റ് കളിച്ച് നടന്നിട്ടല്ലേ നീ 10ാം ക്ലാസ് പരീക്ഷ പറ്റത്? അയ്യടാ, അതെനിക്ക് 5ാമിന് വന്നോണ്ടാ. അപ്പോൾ 2ാമത്തെ പ്രാവശ്യമോ? അപ്പോഴേക്കും എന്റെ ടച്ച് വിട്ടുപോയി. ഒരു പ്രാവശ്യം എഴുതി നോക്കായിരുന്നു. ഹാട്രിക് അടിക്കായിരുന്നില്ലേ? ഒന്നുമില്ലേ. പോടുന്നു. ഈ പന്തടിച്ചിട്ട് തേര പര അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക. ഈ പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ എന്തിനാ കിടന്ന് ഓടുന്നത്? നിനക്ക് മനസ്സിലാവില്ലടി. സച്ചിൻ ടെണ്ടുൽക്കർ ആരാന്നറിയാത്ത ആദ്യത്തെ ഇന്ത്യക്കാരില്ലേ നീ. നിനക്ക് എന്ത് മനസ്സിലാവാനാ? നീ നോക്കിക്കോ, ഞാൻ അവനെ വലിയൊരു കളിക്കാരനാക്കും. ഞാൻ അവനെ ക്രിക്കറ്റ് കോച്ചിങ്ങിന് വിടാൻ പോവാ. കോച്ചിങ്ങോ? എന്താ കോച്ചിങ്ങിന് കേട്ടല്ലേ? ആ കേട്ടിട്ടുണ്ട്. അപ്പുറത്തെ മാലതി ചേച്ചിയുടെ മുകളിലെ ഡോക്ടറെ പഠിക്കാൻ വേണ്ടി കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. നിന്റെ നോട്ടം കണ്ടാ തോന്നുള്ളൂ നിന്റെ 250 രൂപയും കൊണ്ട് ഞാനങ്ങ് നാടോട്ട് പോകുന്നു. നിന്റെ അച്ഛനുണ്ടല്ലോ ഗോപി, പുള്ളി വരെ എന്നോട് പൈസ ചോദിച്ചിട്ടില്ല കേട്ടോ. തരും എന്ന് പറഞ്ഞ് അങ്ങ് തരും. മനസ്സിലായാ? സാധനം നന്നാക്കാൻ വലിയ തിരക്കാം. കാശ് കൊടുക്കാൻ നേരത്തെ മൂച്ചൊന്നും. എന്തോ മോവനും പറഞ്ഞായിരുന്നോ? ആണ്ടിന് സംക്രാന്തിക്കാണ് ഓരോരുത്തർ ഓരോ സാധനം നന്നാക്കി കൊണ്ട് തരുന്നത്. വരുന്നൊക്കെയാണ് ഈ ജാതി സാധനം. ഓഫ്, ദേ വരുന്നു അടുത്തോ. എടാ ഈ കടയും പൂട്ടിയിട്ട് നീ എങ്ങോട്ട് മുങ്ങുന്നതാ? 2000 രൂപയുടെ പലിശ മേടിക്കണമെങ്കിൽ 3000 രൂപയുടെ പെട്രോൾ അടിക്കണമല്ലോ. എന്നാ രാജേട്ടാ ഈ വിഷയം സാമ്പത്തിക ശാസ്ത്രം. അടുത്ത ആഴ്ച തരാം ചേട്ടാ, പണി ഇത്തിരി മടുപ്പാ. ഈ നടപ്പേ എനിക്കും മടുപ്പാ. കടയും പൂട്ടിയിട്ട് പന്ത് കളിക്കാൻ നടന്നാൽ എവിടുന്ന് പണി കിട്ടാനാ? ഞാൻ അടുത്ത ആഴ്ച വരും. പലിശ കുടിശ്ശിക തീർത്ത് തരണമെന്ന മേശ. ഇല്ലെങ്കിൽ കടയിലിരിക്കുന്ന സാധനങ്ങൾ എടുത്തോണ്ട് ഞാനങ്ങ് പോകും. എന്താ ചേട്ടാ ഒരു ഭീഷണി? പണം പലിശക്ക് കൊടുക്കുന്ന കുറ്റാരാണെന്ന് അറിയില്ലേ? അത് ശരി, ഇപ്പൊ ഞാൻ തെറ്റുകാരനായ? പലിശയ്ക്ക് പൈസ മേടിക്കാൻ വരുമ്പോ ഈ ഇതൊന്നും ഇല്ലല്ലോ. അടുത്ത ആഴ്ച തരാം ചേട്ടാ. രമേശ ഇപ്പൊ ഞാൻ പോകുന്നു. അടുത്ത ആഴ്ച തരണം. ചെല്ലേ ഓരോരോ പുതിയ നിയമങ്ങൾ. എടാ നാളെ കൊച്ചിനെയും കൊണ്ട് കോച്ചിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് എന്തായി? പോണം. പണിത് കൊടുത്തതിന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് പൈസ കിട്ടാനുണ്ട്. എടാ പൈസ വേണമെങ്കിൽ ഞാൻ തരാം, നീ ഉള്ളപ്പോൾ തന്നാൽ മതി. ഇത് മതിയോ? അല്ല അത് സാറില്ല, നീ വെക്കി കാര്യം നടക്കട്ടെ. I'll catch you in the evening, Hey, Aryan. Thomas. Okay. Okay, Dad. Long time. Hello, Verma ji. How are you? Hey, going good, man. You shifted your place or what? Yeah, I've just now moved to PDP Nagar. Oh, nice. ഈ ക്രിക്കറ്റ് കോച്ചിങ്. It's over there. Tell me, what else? Nothing much. We Hello, met Cheta. up with Anthony last week and we just had... ഈ വിജയ് മേനോൻ സാറിന്റെ ക്രിക്കറ്റ് കോച്ചിങ് അതെവിടെ തന്നെ? ആ നിൽക്കുന്ന സാറ് സാറിനെ കാണാൻ വന്നാണോ? ഒരു മിനിറ്റ് സാറേ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ചേട്ടാ വാ. Don't stop, Vishal. Continue. ഞാൻ എവിടെയോ സാർ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്ലഡ് ലൈറ്റ് മാച്ചിലെ. എന്താ പേര്? രമേശൻ. ആ ഇതാരാ? ഇത് മോനാണ്. ആഹാ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. അതെയോ? എന്താ രമേശ? മോന് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ സാറിനെ ഒന്ന് കാണിക്കാൻ എഴുതി കൊണ്ടുവന്നു. ഓ ഓക്കെ. ബാറ്റ് കൊണ്ടുപോകുന്നുണ്ടോ?
ഇല്ല വീട്ടിലാ. വീട്ടിലാണോ? സാരമല്ല, വാ. Hey guys, pass me a bat. Give me one. Oh, good, good. Nice, nice. Take it. നിങ്ങളുടെ നാട് എവിടെയെന്ന് പറഞ്ഞു? ബ്രഹ്മമംഗലം. ഇവിടെ ഒരു 19 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഡെയിലി 3 മിനിറ്റ് പ്രാക്ടീസ് ഉണ്ട്. ഓ, സ്കൂളിന് പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ തൽക്കാലം ശനിയാഴ്ച ഞായറാഴ്ച വരൂ. ഞാൻ ബോളിന്റെ ലൈനിൽ നിന്നും കറക്റ്റായിട്ട് പിക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബാറ്റിംഗ് കിറ്റ് വാങ്ങണം. ഹെൽമെറ്റും ബാഡും ഗ്ലൗസും ഒക്കെ. ഓക്കെ ഓക്കെ. ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കിട്ടും. ആ ഓക്കെ, ശരി, കാണാം സാറേ. ഷുവർ. ഓക്കെ. താങ്ക് യു സാർ. സാർ ഇത് പ്യൂർ ഇംഗ്ലീഷിലാണ്. യൂസ് ചെയ്യാൻ എളുപ്പം ഇതാണ്. നല്ല ഗ്രെയിൻസ് ഉള്ള നല്ല സ്ട്രോങ് ബാറ്റാണിത്. ഹലോ സാർ, ഈ ക്രിക്കറ്റിൻ്റെ സാധനങ്ങളൊക്കെ പ്ലീസ് കം. ഇതാ സാർ. മോനെ ഈ പാഡും ഹെൽമെറ്റൊക്കെ ഉണ്ട് സാർ. ആ, ഇത് എന്ത് വില വരും? ഒരു മിനിറ്റ് സാർ, ഇപ്പോൾ പറയാം. ഇതാകുമ്പോൾ ഒരു 4500 സാർ. 4500 രൂപ അല്ലേ? അതെ. ഞാൻ അടുത്ത ആഴ്ചയിലും എടുക്കാം. ഇപ്പം പൈസ എടുത്തിട്ടില്ലേ? ഓക്കെ. എൻ്റെ വിലയ്ക്ക് എന്നറിയാൻ കരുതി. കുഴപ്പമില്ല സാർ. നമുക്ക് അടുത്ത ആഴ്ച ഓരോ മേടിക്കാം. അച്ഛൻ മേടിച്ചടാ. മതിയാവൂലേ? പിന്നെ അങ്ങനോട് കൊള്ളാം. അറിയാം. വാ.